ഹലോ എടാ സുരേഷ്, നിന്റെ പപ്പ അസുഖം കൂടി പാറപ്പുറത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പപ്പായ കൊണ്ട് തന്നത് ഞാനാ. ഞാന് നിന്നോടൊരു 5000 രൂപ ചോദിച്ചപ്പോൾ നിനക്ക് തരാനില്ല. എടാ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. എന്തോന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ എൻ്റെ വീഡിയോ മോർഫ് ചെയ്ത് എൻ്റെ വീട്ടുകാരെ കൊണ്ട് കാണിക്കുന്നു. എടാ അതൊന്നും എൻ്റെ വീട്ടുകാർ വിശ്വസിക്കത്തില്ല. കാരണം നിന്റെ കൂട്ട് കുത്തഴിഞ്ഞ ജീവിതമല്ല എൻ്റേത്. മാന്യമായി ലോൺ എടുത്ത് ജീവിക്കുന്നവനാ ഞാൻ. കേട്ടോ കേട്ടോ വെച്ചിട്ട് പോടാ പോടാ വെച്ചിട്ട്. ചേട്ടാ നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചോ? ഡെയിലി നാട്ടുകാർ വിളിക്കുന്നുണ്ട്, ഇനി ഞാനോട് വിളിക്കാം. അതല്ല ചോദിച്ചത്, നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചിട്ട് എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തിന്? ഒരു പ്രോഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാ, അല്ലാതെ കസ്റ്റമറിനല്ല. എന്തായാലും ആ കരുതി നിങ്ങൾ ഭാഗ്യവാനാ. പൊട്ടിപ്പോയ കമ്പനിയുടെ പ്രോഡക്റ്റ് ആര് വന്ന് സർവീസ് ചെയ്യാൻ? നിന്റെ അച്ഛന് വാഴ കൃഷി ഉണ്ടായിരുന്നോടി? എങ്ങനെ മനസ്സിലായി? അല്ലേ പിന്നെ 5 അടി പൊക്കത്ത് ഇതുപോലൊരു വാഴയോടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ വായ്പ എടുത്തോ? ഇന്നൊരു കാരണവും കിട്ടിയില്ല. അതിനവള് ചെറുപ്പത്തിലെ കഥയും കൊണ്ട് വന്നേക്കുക. ഇത് ഞാനും ചെയ്തിട്ടുണ്ട്, കുട്ടിയെങ്കിലും ചെയ്തിട്ടുണ്ട്, വലിയെങ്കിലും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ വായ്പെടുത്തത്. എന്റെ ചേട്ടാ വായ്പ നിങ്ങൾ ആപ്പിന്ന് ലോൺ എടുത്തോന്ന്? എടുത്ത. എങ്ങനെ അടയ്ക്കും? നീ അതിന്റെ വായ അങ്ങ് അടയ്ക്കും, ഞാൻ അടച്ചോളാം. പിന്നെ ബാത്റൂമിൽ കയറിയ വാതിൽ അടയ്ക്കാത്ത എങ്ങനെ ഇനി ലോൺ അടയ്ക്കാൻ പോകുന്നത്? ലോണൊക്കെ എന്റെ ലോൺ ആപ്പിലൂടെ ഞാൻ വീണ്ടും ലോൺ എടുക്കും. നിനക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെ ലോൺ എടുത്താൽ മതി വരാത്ത ഒരു മനുഷ്യൻ. എന്റെ ചേച്ചി അപ്പുറത്ത് ഒരു സലൂണ് തുടങ്ങി. ഈ സലൂണിന്റെ ലൂണ് കേട്ടതും ഏതോ ലോൺ കൊടുക്കുന്ന ബാങ്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ പോയി ലോൺ ആപ്പ് ഉള്ളിടത്തോളം കാലം ഞാൻ ലോൺ എടുത്തു തിരിച്ചടക്കണം വേണ്ടത് ഞാൻ തീരുമാനിച്ചത്. കേട്ടോ നിങ്ങൾ എന്താ വേണേലും ചെയ്തേണ്ട. എന്റെ അമ്മാവും വിളിക്കുന്നു. അയ്യോ അമ്മാവന് 100 ആയുസാണല്ലോ. ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ആപ്പിന്റെ വിളി വന്നു. ഹലോ അമ്മാവാ. ആണോ? ശരി ഓക്കെ. ചേട്ടാ എന്റെ അമ്മാവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങോട്ട് പോകണ്ടവനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് നിങ്ങൾക്ക് അല്ലേലും എന്റെ അമ്മാവെന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാ. എങ്ങനെ ദേഷ്യം ഉണ്ടായിരിക്കും? നമ്മുടെ കല്യാണത്തിന് പപ്പടത്തിന് പന്തലിൽ കിടന്ന് അടിയുണ്ടാക്കിയ മനുഷ്യനായാലും അറിയാവോ? ഓ ചേട്ടാ, അത് പപ്പടം എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഒരു വീക്ക്നെസ്സാ. വീക്ക്നെസ് ഉള്ള അമ്മാവൻ ഞാൻ 5 പപ്പടം കൊണ്ട് കൊടുത്തിട്ട് അയാൾ പപ്പടം കിട്ടുന്ന വെള്ളം ഉണ്ടാക്കിയെന്ന്. അയ്യോ, അത് അമ്മാവന് പപ്പടം കിട്ടാഞ്ഞിട്ടല്ല, അമ്മാവന്റെ കൂട്ടുകാരി പങ്കജാക്ഷിക്ക് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മാവന്റെ വീക്ക്നെസ് പപ്പടമല്ല, പങ്കജാക്ഷിയാ. അങ്ങനെ നിങ്ങൾ എന്റെ അമ്മാവനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അമ്മാവൻ ഒരു ദിവസം കുറഞ്ഞതൊരു 10 പേരെങ്കിലും ഉപദേശിച്ച് നേരെയാക്കും. 10 മക്കളുള്ള ഈ അമ്മാവൻ അമ്മായിയോട് വീണ്ടും ട്രൈ എന്ന് പറഞ്ഞപ്പോ ഇയാളെ ഉപദേശിക്കാൻ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, നമ്മളൊന്ന് പറഞ്ഞ അമ്മാവൻ ചാവും. അയ്യോ, എന്നാ എന്റെ കുഞ്ഞ നീ ഫോൺ എടുത്ത് നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ അതാണോ പറഞ്ഞത്? നമ്മളോട് ഭയങ്കര ഇഷ്ടം അമ്മാവൻ, അതുകൊണ്ടല്ലേ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഒരിഷ്ടവും ഇല്ല. കഴിഞ്ഞ ആഴ്ച എന്റെ 1 മില്യൺ അടിച്ച വീഡിയോ ഞാൻ അങ്ങനെ കഴിച്ചു കൊടുത്തിട്ട് അയാൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ലൈക്ക് പോലും ചെയ്തില്ല. പിന്നെ എന്തോ സ്നേഹമാണെന്നാ നീ പറഞ്ഞേ? എന്തോ സ്നേഹമാണെന്നാ പറയുന്നത്? ശശികലേ എന്തോ വടിയാട്ടൊക്കെ? ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു സഭാകമ്പം, അതിന് വടികാട്ടിങ്ങ് പോരുന്നത്. അപ്പൊ പ്രഭാതത്തിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് 2 പേർക്കും എന്റെ വന്ദേ ഭാരത്. പ്രഭാതത്തിൽ വന്നോട് പ്രഭാത വന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതുകൊണ്ട് അമ്മാവൻ ഇങ്ങോട്ടല്ലേ വന്നേ, അപ്പൊ അമ്മാവന്റെ വിശേഷം പറ. എന്റെ പൊന്നു മക്കളെ, എനിക്കിപ്പോ ഗ്യാസ് ഇല്ല. അത് കൊള്ളാം. ആഞ്ഞൊരു ചുമ നോക്കുമ്പോ മേൽശ്വാസവും കീഴ്ശ്വാസവും ഒന്നിച്ചു പോകുന്ന അമ്മാവന് ഗ്യാസ് പറഞ്ഞത്. എടാ, വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഇല്ലെന്നല്ലേ പറഞ്ഞു വന്നത്. മൊത്തം പാളിച്ചാട്ടി നിൽക്കുക. ബിസിനസ് ഒക്കെ എങ്ങനെ വന്നമ്മ? എന്റെ പൊന്നു മക്കളെ, ഇപ്പൊ ആരും കൈ കടത്താത്തത് കാരണം എന്റെ ബിസിനസ് 8 നില പൊട്ടിയിരിക്കും. അതെന്തോ വർത്താനോ ഈ പറയുന്നത്? ആരെങ്കിലും നമ്മുടെ ബിസിനസ് കൈ കടത്തുമ്പോഴല്ലോ നമ്മുടെ ബിസിനസ് പൊട്ടുന്നേ. എടാ, എനിക്ക് ഗ്ലൗസിന്റെ ബിസിനസ് അല്ലേ. ആരെങ്കിലും കൈ കടത്താതെ ആ ബിസിനസ് വിജയിക്കോ? അതുകൊണ്ട് 8 നില പൊട്ടി നിൽക്കുവാണെന്നാ ഞാൻ പറഞ്ഞത്. വന്ന സ്ഥിതിക്ക് ഇച്ചിരി വെള്ളം എടുത്തോ, ക്ഷീണിച്ച് നിൽക്കും. അപ്പൊ മോട്ടർ ഓഫ് ആക്കി. മോട്ടർ എപ്പോഴും ഓഫ് ചെയ്തല്ലയോ? ഇനി ഞങ്ങൾക്ക് 2 പേർക്കും ഡയലോഗ്, നിനക്ക് ഡയലോഗ് ഇല്ല. എടാ പോവാ. അമ്മാവനും പോവാന്നോ? അയ്യോ, ഞാൻ പോവാന്നല്ല പറഞ്ഞു. എടാ പൂവാൻ കോഴി, നിന്റെ കുൽസിത പ്രവർത്തികൾ ഈ അമ്മാവൻ പൊക്കി. എടാ വീട്ടിൽ കയറി അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞേ നിനക്ക് അനാവശ്യം കാണിക്കും. അപ്പൊ ഞാൻ പറയുന്നതാണ് വിഷയം അല്ലേ. നീ വന്നേ, ഇതൊന്ന് നോക്കി. ഇടുക്കാച്ചി ഐറ്റം. ഇത്ര വൃത്തികെട്ട വീഡിയോ ഒക്കെ അമ്മ കാണുന്നത്. ഇത്ര വൃത്തികെട്ട വീഡിയോക്കകത്ത് അഭിനയിക്കുന്ന ആരാന്നറിയോ? ഈ വൃത്തികെട്ട മോന്താണ് ഈ വിട്ടിയോർത്ത് വീഡിയോക്കകത്തുള്ളത്. സത്യം പറയടാ, ഈ വൃത്തികെട്ടവന്റെ കൂടെ ഇരിക്കുന്ന പെങ്കൊച്ചാരാ? ലോണുകാര് പണി തന്നോ തോന്നല്ലോ. പറയടാ, പറ അമ്മാവാ, ഇത് മോർഫിംഗ. അപ്പൊ പെണ്ണിന്റെ പേര് കിട്ടി മോർഫിംഗ. അപ്പൊ ഈ മോർഫിംഗ് ആയിട്ട് നിനക്ക് എന്താണ് ബന്ധം? സത്യം പറ. എന്റെ അമ്മാവാ, ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്.
അപ്പൊ 15 മിനിറ്റ് കണ്ടന്റ് ഉണ്ടായിരുന്ന വീഡിയോയാ. അപ്പൊ കൗണ്ടർ മാത്രം അടുക്കി വെച്ച് വീഡിയോ ആക്കി വെച്ചിരിക്കുക. സത്യം പറയടാ, ഉണ്ടാക്കി പറയണത് നിനക്ക് ഇതെങ്ങനെയാണ് പറ്റിയത്? ഓ സുരേഷ്, നീ പറഞ്ഞ കാര്യം സത്യമായല്ലോടാ. പറ. അമ്മാവാ, ആ. ഇത് AI വീഡിയോ. ഇത് AI വീഡിയോ അല്ല, ഇത് യുവർ വീഡിയോയാണ്. ഇതെങ്ങനെയാ ഉണ്ടായത്? പറയടാ, ഇതെങ്ങനെ ഉണ്ടായത്? ഞാൻ പറയാം. ഞാൻ 50,000 രൂപ ലോൺ എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി ചെയ്തതാ. നീ 50,000 രൂപ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ഇമാതിരി വീഡിയോ എടുത്തത്? എടാ, എനിക്ക് 5 ലക്ഷം രൂപ ലോൺ ഉണ്ട്. അത് അടയ്ക്കാൻ വേണ്ടി ഇത്തിരി വീഡിയോ എടുക്കുവായിരുന്നെങ്കിൽ ആ മൊട്ട ജോണി വന്ന് എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി. അമ്മാവാ, അമ്മാ കൊടുക്കരുത്. ഇത് കണ്ട ഇതിലെ നോക്കി, കണ്ണ് എന്റെ ആണോ? നിന്റെ അല്ല. മൂക്ക് എന്റെ ആണോ? അതല്ല. താടി എന്റെ ആണോ? അതുമല്ല. താഴോട്ട് നോക്കി. എന്നെ കൂടെ പഠിപ്പിക്കാൻ നിൽക്കുകയാണ് അവിടുന്ന്. എടാ, നിന്റെ കണ്ണും മൂക്കും താടി ഒന്നും നിന്റെ അല്ല. പക്ഷെ നീ തിരിഞ്ഞു നിന്നപ്പോൾ നിന്റെ പുറത്തുള്ള കാക്കപ്പുള്ളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതും നിന്റെ വീഡിയോ തന്നെയാണെന്ന്. അമ്മാവാ, ഈ AI ഉള്ള കാലത്ത് കാക്കപ്പുള്ളി കൊലപ്പള്ളി ആക്കുന്ന കാലഘട്ടം ഇതറിയാവോ? എന്നാലും ബാക്കിയുള്ളവർ നീ കൊലയ്ക്ക് കൊടുത്തല്ലോടാ അവിടുന്ന്. എടാ, നിന്റെ ഈ വീഡിയോ എങ്ങാനും നമ്മുടെ ഇഞ്ചക്കാട്ടിൽ ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എങ്ങാനും വന്നാൽ നമ്മൾ എന്ത് ചെയ്തേ? അമ്മാവ, നമുക്ക് ഗ്രൂപ്പിന്റെ പേരങ്ങ് മാറ്റാം. എന്ന് മാറ്റും? ഇംഗിതം നാക്കാം. നിന്റെ ഒറ്റയടിക്ക് നിന്റെ ഇംഗിതം ഞാൻ കളയാൻ ഞാൻ പറയാം കേട്ടോ. ചേട്ടാ, അതാണ്ട് അടുത്ത ഇംഗിതം വരുന്നുണ്ട്. ചേട്ടാ, എന്താ പാടി? ചേട്ടാ, അമ്മാവൻ വന്നല്ലേ, ഇച്ചിരി കപ്പ ഇരിപ്പുണ്ട്, എന്ത് ചെയ്യണം? ഇവനെ കൊന്നേക്കെ. ഒലത്തും. അല്ല, കപ്പ അമ്മാവൻ ഒലത്തണോ? അതാ അങ്ങനെ മോളെ കപ്പയാകുമ്പോഴത്തേക്കിനും ഒരു കാര്യം ചെയ്യണം. ചെറുതായിട്ട് കൊത്തിയിട്ട് ഇത്തിരി തേങ്ങാപ്പീര്, മുളകും ഉള്ളിയും മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി അടുപ്പേന്ന് വാരി ഇങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് ഇച്ചിരി എലിവശം കൂടെ കടക്കിട്ട് പിന്നെ ഉണ്ടാക്കി കയറ്റി കൊറിയുണ്ട്. എന്തോ വർത്താനം അമ്മാവി പറയുന്നത്? എന്തോ വർത്താനമാണോ പറയുന്നോ? നീ വന്നേ. നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? നിന്നാണ് വിളിച്ചത്, അവളെയല്ലേ വിളിച്ചത്? ഇങ്ങോട്ട് എന്നെ അമ്മാവാ. നീ അവന്റെ വീഡിയോ കണ്ടായിരുന്നു? എന്റെ 1 മില്യൺ അടിച്ച വീഡിയോ ഇല്ല, എന്റെ കാര്യം അമ്മാനി പറയുന്നു. അയ്യോ, ഞാൻ കണ്ടു. എന്നാലും അമ്മാവൻ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നത് മോശമായി. ലൈക്ക് ചെയ്യാതെ മോശമാണെന്നോ? ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്റെ BP കൂടിയിട്ട് BPയുടെ 10 ഗുളിക ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചിട്ടാ ഞാനിപ്പോൾ സ്ട്രാങ്ങായിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവന് ലൈക്ക് അടിച്ച് ഇവന്റെ ബെൽ ബട്ടൺ തല്ലി പൊട്ടിക്കാൻ അറിയോ? എന്തോ അമ്മാവൻ ഈ പറയുന്നേ? നീ അത് കണ്ടായിരുന്നോ? എന്റെ അമ്മാവ, ഞാൻ കണ്ടു. കണ്ടതാണെന്നുണ്ടെങ്കിൽ നിന്റെ അഭിപ്രായം പറയാം, എന്നിട്ട് വേണം എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. ഉള്ളത് പറയാലോ അമ്മാവ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ടും എന്റെ ചേട്ടന്റെ ഇതുപോലൊരു പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എന്റെ സ്കില്ലിനെ കുറിച്ചാ പറയുന്നത്. സ്കില്ല് ഇത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ അവിടുന്ന്. അതെ, അമ്മാനൊരു കാര്യം അറിയാം? എന്നാ മോനെ? അടുത്ത വീഡിയോ ഞങ്ങൾ രണ്ടുപേരുടെ ചെയ്യുന്നേ. ഞാൻ നിർബന്ധിച്ചതല്ലേ, അവിടെ ഇഷ്ടമാണേ. നിനക്കെന്നാടി ഭ്രാന്തുണ്ടോടി? എന്റെ ദൈവമേ, ഇങ്ങനൊരു വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അയ്യോ, അത് അമ്മാവന്റെ അസൂയം കൊണ്ട് പറയുവാ. അമ്മാവ് ഇങ്ങനെ അസൂയപ്പെടാതെ അമ്മായിയും കൂടെ വിളിച്ച് ഇതുപോലൊരു വീഡിയോ എടി, മുട്ടുവേദനയ്ക്ക് കുഴമ്പ് തേച്ചോണ്ടിരിക്കുന്ന അമ്മായി ഈ പ്രായത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്? എന്റെ അമ്മാവ, പ്രായം ഇതിനൊരു പ്രശ്നമല്ല. അയ്യേ, അടിപൊളി. എന്നാലും പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്? എന്റെ അമ്മാവ, അതായത് പ്രായമുള്ളവർ ചെയ്യുമ്പോഴാ ഇത് കൂടുതൽ വൈറലാകും. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ ഈ വീഡിയോ ഇവിടെ എങ്ങനെ കാണിക്കും? മക്കളെ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ അമ്മാവന്റെ വേണ്ടാത്ത വൃത്തികെട്ട ഒരു വീഡിയോ മോള് കാണാൻ ഇടയായാൽ മോളുടെ അഭിപ്രായം എന്തായിരിക്കും? നിന്റെ അമ്മാവനെ ജോഡി. എന്റെ സ്വന്തം അമ്മാവനൊന്നും അല്ല, എന്റെ വകയിൽ അമ്മാവനോ. ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടുന്ന്? അത് വിട്ടാരെ വേറൊരു ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരന് ചില പ്രത്യേക സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരുന്നു. സ്വാഭാവികം. ഈ ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവന്റെ ഫോട്ടോ ചേർത്ത് മോർഫിങ്ങ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് ഒരു വീഡിയോ ഇറങ്ങി. അത് മോള് കണ്ടാൽ മോളുടെ അഭിപ്രായം എന്തായിരിക്കും? എന്റെ അമ്മാവ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായിരിക്കുമല്ലോ ഇവൻ ലോൺ എടുത്തേക്കുന്നത്. അതാണ്. അപ്പൊ ഇവൻ അറിയാതല്ലേ ഈ വൃത്തികെട്ട വീഡിയോ ഒക്കെ വന്നത്. അതെ. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങ് ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മോളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കുടുംബത്തിലുള്ളതോ? അതെ. അതാരാ? ഈ നിൽക്കുന്ന നിന്റെ കഴകം ഭർത്താവ്. കലേ, ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടുന്ന്? എന്റെ അമ്മാവ, എനിക്കൊരു നാരങ്ങ മേടിച്ചു തരാത്ത ഇങ്ങനെ ഇപ്പൊ മോർഫിങ്ങയുടെ പെണ്ണുമായിട്ട് വീഡിയോ കാണിക്കാൻ പോയേക്കുന്നു. ഈ അമ്മാവൻ പറഞ്ഞോടൊന്നും അല്ല, ഞാൻ അറിയാതെ എന്റെ ഒരു പെണ്ണിന്റെയും ചെറിയ ഇമ്മണിക്കോളം ഒരു വീഡിയോ അമ്മാന്റെ മുമ്പിൽ കിടന്നു. അപ്പൊ നിങ്ങൾ അറിയാതെ ചെറിയ ഇമ്മണിക്കോളം വീഡിയോ വന്ന് നാളെ നിങ്ങൾ ഇത് സിനിമ ഇറക്കത്തില്ലായിരുന്നോ?
ഞാനതാ പറയുന്നത് ഇമ്മിണിക്കോളം ഉള്ളത് ഇപ്പൊ വീഡിയോ ഇതിനകത്ത് വൈറലാക്കി. നാളെ ഇവൻ 2.5 മണിക്കൂറുള്ള സിനിമ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് ടിക്കറ്റ് കണ്ട് നിന്നെ കാണാൻ വിളിച്ചാ നീ എന്നാ ചെയ്യും? അതുകൊണ്ടാ പറഞ്ഞ ഈ കിഴങ്ങിനെ വിട്ടിട്ട് മോൻ എന്റെ വീട്ടിലോട്ട് പോരെ. ഈ വൃത്തികെട്ടവരോടൊന്നും ഞാൻ താമസിക്കത്തില്ല. ഞാൻ എന്റെ അമ്മാന്റെ കൂടെ പോവാ. നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. നീ ആ മോർഫിംഗ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരി പെണ്ണില്ലേ, അവളുമായിട്ട് നേരെ അമേരിക്കക്ക് വിട്ടു. എന്തോത്തിന്? എടാ ഇപ്പൊ അതിന്റെയൊക്കെ തുടക്കം അവിടുന്നാ. അതാ പറയുന്നത്. എടി ഈ അമ്മാവൻ പറഞ്ഞു വിടുന്നതല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്ന സത്യാവസ്ഥ ഒന്ന് കേക്ക്. ഞാൻ ലോൺ ആപ്പ് വഴി ലോൺ എടുത്ത കാര്യം നിനക്ക് അറിയാമല്ലോ. അത് തിരിച്ചടക്കാത്തത് കൊണ്ട് ആ ലോൺ ആപ്പുകാർ എനിക്ക് വന്ന ആപ്പാന്ന് അതൊരു എന്റെ ഫോട്ടോ എടുത്ത് ഒരു മോർഫിംഗ് ചെയ്ത് വെച്ചേക്ക് വന്നു. എന്റെ പൊന്ന് കിഴങ്ങ, എന്നാ നിനക്ക് ഇത് നേരത്തെ വാതൊന്ന് പറയാൻ മേലായിരുന്നോ? നേരത്തെ പറഞ്ഞാൽ ഇത്രയും കൗണ്ടർ കൂടെ പറയാൻ പറ്റുമായിരുന്നു. എല്ലാ കൗണ്ടർ അടിച്ചാലെന്തോ ഇപ്പൊ നാണക്കേട് കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം, അമ്മ ഒരു കാര്യം പറയാം. ഈ പ്രശ്നങ്ങളൊന്നും ആറി തണുക്കുന്നത് വരെ നമുക്ക് 3 പേർക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ? ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പ്രൈമോട്ടാവും. അതല്ലെന്ന് പറഞ്ഞത്. നമുക്ക് ഈ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നാലോ? എങ്ങോട്ടേലും അങ്ങ് പോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഊട്ടിക്ക് ഒരു ട്രിപ്പ് വെച്ചാലോ? അത് കൊള്ളാം, അടിപൊളിയാ. ഇടുക്ക് സാധനം മൊബൈലിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. അല്ല പിന്നെ പോകുന്ന വഴി ചെലവിനുള്ള കാശൊക്കെ വേണ്ടായോ? അത് വേണം. അതിന് നമുക്ക് അമ്മാവന്റെ മൊബൈലിൽ നിന്ന് ലോൺ ആപ്പ് വഴി ഒരു ലോൺ എടുക്കാം. അമ്പട പുളിസോ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എന്നിട്ട് വേണം AI യുവർ വീഡിയോ എടുത്ത പോലെ മൈ എ വീഡിയോ എടുക്കാൻ. അല്ലടാ, ഒരു തർക്കം വേണ്ട അല്ലേ? അല്ല, ഒരു കാര്യം പറയാൻ കേട്ടോ. ഇന്നത്തെ 2 സ്കിറ്റും ഞങ്ങള് വടക്കേക്കരക്കാര് പ്രസന്റ് ചെയ്തതായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. ഹലോ അതൊന്നല്ല, ഇത് ഞങ്ങളുടെ ടീം ഇറക്കിയ ഞങ്ങളെ കിടില വേണ്ട, ഞങ്ങൾ എടുത്തോളാം. ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മുഖം കണ്ടോ? അയ്യോ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നല്ല സ്കിറ്റായിരുന്നു. 3 പേരും ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയേ വേണ്ട, ഒരു അസാധ്യം. അതിന് മുകളിലൊരു ചെറിയായിട്ട് മനോജ്. അതെ, അതല്ല മറ്റായിരുന്നു അടിപൊളി. മൊത്തത്തിൽ അയ്യോ ഇത് ഞാനൊക്കെ ഈ കഴിവുണ്ടായിരുന്നെങ്കിൽ മറ്റേ മൊട്ട ജോഡിയൊക്കെ വേറെ പോയത്. മൊത്തത്തിൽ എല്ലാരും എൻജോയ് ചെയ്തു. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആണ്. എപ്പോഴും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ആശയങ്ങൾ മീൻസ് നമ്മൾ നിസ്സാരമായിട്ട് രീതിയിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സൂപ്പറായിട്ട് അതിന് മത്സരിച്ച് ചേച്ചി അഭിനയിക്കും. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സ്കിറ്റിന്റെ ബാക്കി നമുക്ക് കാണണ്ടേ ബൈ? ആ ബാറ്ററി നിങ്ങൾ എല്ലാരും നോക്കിക്കോളൂ. സ്ക്രീനിൽ നോക്കാം ബാറ്ററി. അതാണ് പിന്നെ അല്ല. ഒരു 2000 രൂപയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ടീമിന് കിട്ടിയില്ലേ? വയ്ക്കണേ ഇതിന്റെ മുകളിൽ ഇനി വയ്ക്കും, എല്ലാം വയ്ക്കും. ആ കഴിവുകൾ വേണ്ടിട്ട് നിങ്ങൾ നിറഞ്ഞാടുന്ന എന്തിനാണെന്ന് ചേച്ചിയെ 42,000 റുപ്പീസ് ഇട്ട് കൊടുത്തോളൂ. അവരൊന്നും വിട്ടായില്ല. വിട്ടുകൊടുത്ത് എന്റെ മണി ഒന്നും ഇളകണില്ല. അത് പിന്നെ ഒത്തിരി പൂളാമണിയാണ്. ഇമ്മിണിക്കോളൊന്ന് ഒതുകട. ഒരു മിനിറ്റ്. ഓക്കെ, പൈസ കൊടുക്കണം. ഒരു മോർഫിംഗ് ഒരു AI ഇല്ലാണ്ട് 42,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്തോളൂ ചേച്ചി. 42. Superb.